ഇത് നല്ല സ്വാദുള്ള മഷ്റൂം പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്ത് രസമാണ് കാണാൻ, നോക്കൂ. ഇച്ചിരി കുറച്ച് അധികമായിട്ട് തന്നെ മഷ്റൂം മേടിച്ചപ്പോൾ അതിൽ നിന്ന് പകുതി ഭാഗം എടുത്തിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. പകുതി ഭാഗം എടുത്തിട്ട് ഞാൻ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മഷ്റൂമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നല്ല ചിപ്പി മഷ്റൂമാണ് കേട്ടോ, നല്ല കണ്ടാലുള്ള ഭംഗി. അതുപോലെ തന്നെ ഞാനിതാ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മസാല തിരുപ്പി വെച്ച മഷ്റൂം, അതിൽ മസാലയായിട്ട് ഞാൻ കൂട്ടിയിരിക്കുന്നത് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ചുമന്ന മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതാ നല്ല ടേസ്റ്റാണ്. ഇത് എന്താണെങ്കിലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കഴിച്ചിട്ടുണ്ടെങ്കിൽ. ചോറിന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പം മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തോട്ടത്തിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ മഷ്റൂം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാ മഷ്റൂം ഇവിടെ ഏകദേശം ഇത് നല്ല ഒന്ന് ഫ്രൈ ആയിട്ട് ഏകദേശം ഇതാ ഒന്ന് അതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല ഒരു ടേസ്റ്റിയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക്, ഞാൻ പെട്ടെന്നായതുകൊണ്ട് കറിവേപ്പിലയൊന്നും പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് കറിവേപ്പിലയൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ അലങ്കരിക്കാം. ഇത് നല്ല ടേസ്റ്റായ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് നോക്ക്, നല്ല രസമാണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. നല്ലത് ഏകദേശം ഒരു നല്ല ഡ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. ഇതൊന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. എല്ലാവർക്കും, നമുക്കും കുട്ടികൾക്കും എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ഇതാ ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ.